ഞാൻ ശ്രീ ശിവദാസിലേക്ക് പോകുന്നു. ശ്രീ ശിവദാസ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ഈ മഹാഗഡ്ബന്ധനിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണോ? അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM-ന് ഇപ്പോൾ പറയുന്ന ഈ SIR-മായി ബന്ധപ്പെട്ട് SIR ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, വോട്ട് ചോരിയുടെ അടുത്ത ഘട്ടമാണ് SIR എന്നാണ്, കടത്തിയാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം CPM-നുണ്ടെന്നൊരു വിഷയമുണ്ട്. എങ്ങനെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ എല്ലാവരും വീണിരിക്കുകയാണ്. ഇതിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ചയാക്കി കൊണ്ടുവരാതിരിക്കുന്നതിന് BJPക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. തൊഴിലില്ലായ്മയുടെ വിലക്കയറ്റത്തിൻ്റെ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ബഹുജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതിന് BJPയുടെ പ്രചരണ ടാക്ടിക്സ് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ BJPക്ക് കൊടുത്തിട്ടുള്ള നിർലോഭമായിട്ടുള്ള പിന്തുണയും അതോടൊപ്പം അവർക്ക് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്താൻ കഴിഞ്ഞിട്ടുള്ള അട്ടിമറികളും തെരഞ്ഞെടുപ്പ് വിജയത്തിന് BJPയെ സഹായിച്ചു. ഇതിനൊപ്പം തന്നെ നാം കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഇവിടെ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ള ആളുകളിൽ ചിലരുൾപ്പെടെ ജംഗിൾ രാജ് എന്ന് പറഞ്ഞിട്ട് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. BJP നിരന്തരം ലാലു പ്രസാദ് യാദവിനെയും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെയും ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ മറ്റൊന്നുകൂടി നാം ഓർമ്മിക്കണം, അത് ഇന്ത്യയിൽ BJPക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ലാലു പ്രസാദ് യാദവ് എന്നുള്ളതാണ്. ബാബരി മസ്ജിദിൻ്റെ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കങ്ങളുമായിട്ട് BJP RSS നേതൃത്വം പോയപ്പോൾ രഥയാത്രയെ ബീഹാറിൻ്റെ മണ്ണിൽ തടഞ്ഞത് ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന അന്നത്തെ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ളത് വിസ്മരിക്കരുത്. ഇനി 7 വർഷകാലമാണ് ലാലു പ്രസാദ് യാദവ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത്. 20 വർഷകാലത്തോളം നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നു. 7 വർഷകാലം മുഖ്യമന്ത്രിയായിട്ടുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ മുകളിൽ ബീഹാറിൻ്റെ അവികസനത്തിന് പിന്നോട്ട് പോക്കിനുള്ള എല്ലാ കുറ്റങ്ങളും ചുമത്തുകയും 20 വർഷകാലം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിനെ പുണ്യാളനായി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ഗുണ്ടകളുടെ ഭീഷണി, ഗുണ്ടകൾ തെരുവിലിറങ്ങുക, യാദവരെ പിന്തുണയ്ക്കുന്ന ഗുണ്ടകൾ തെരുവിലിറങ്ങി സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തി പണം വിടുങ്ങുക, അതാണ് ഈ ജംഗിൾ രാജ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതാണ് ആവർത്തിച്ച് BJP പറയുകയും ചെയ്തിരിക്കുന്നത്. അതിലേക്ക് പോകില്ല എന്ന്. ജംഗിൾ രാജ് എന്നുള്ളത് കാട്ടിലെ ഭരണം, ജംഗിൾ രാജ്. ആ ജംഗിൾ രാജ് എന്നുള്ളത് BJP ആവർത്തിച്ച് പറയുന്നത് അവരുടെ ഇന്നത്തെ സഖ്യകക്ഷിയായിട്ടുള്ള നിതീഷ് കുമാർ ഉൾപ്പെടെ ചേർന്നാണ് ലാലു പ്രസാദ് യാദവ് അവിടെ ഭരണത്തിലിരുന്നിട്ടുള്ളത് എന്നുള്ളതുകൂടി വിസ്മരിക്കരുത്. 7 വർഷകാലമാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണം ഉണ്ടായത് എന്നുള്ള, ലാലു പ്രസാദ് യാദവ് നേരിട്ട് മുഖ്യമന്ത്രിയായിരുന്നത് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ലാലു പ്രസാദ് യാദവ് BJPക്കെതിരായിട്ട് എക്കാലത്തും കൃത്യതയാർന്നിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ്. ബീഹാറിൻ്റെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നിട്ടുള്ള കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് BJP അവിടെ പിന്നോക്കാവസ്ഥക്ക് കാരണമായിട്ടുള്ള പല നടപടികളും എടുത്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യവുമാണ്. BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീഹാറിനെ മതനിരപേക്ഷതയുടെ വലിയ ഒരു കളിത്തൊട്ടിലാണ് ബീഹാർ. ആ ബീഹാറിനെ വർഗീയമായി വിഭജിക്കുക, അവിടെ മതപരമായ വിഭജനം ഉണ്ടാക്കിയിട്ടുള്ള അതിൽ നിന്ന് എങ്ങനെ നേട്ടം കൊയ്യാമെന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. അതിനുവേണ്ടി അവരുടെ ഒരു ടൂളാണ് നിതീഷ് കുമാർ. അതിനപ്പുറത്ത് അവർക്ക് മറ്റൊന്നുമല്ല. നിതീഷ് കുമാറിനെ അവർ മുന്നിൽ നിർത്തുന്നു. RSSും BJPയും ചേർന്ന് BJPയുടെ രാഷ്ട്രീയ അജണ്ട അവിടെ ബീഹാറിൽ സെറ്റ് ചെയ്യുന്നു. നിതീഷ് കുമാറിനെ അവർ ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ എടുത്തു മാറ്റുകയും ഇപ്പോൾ വച്ചിരിക്കുന്ന ആ ഒരു പൂവെന്നുള്ളത് പോലെ വെച്ചിരിക്കുന്ന നിതീഷ് കുമാറിനെ നുള്ളി മാറ്റുകയും പൂർണ്ണമായും BJPയുടെ ആധിപത്യത്തിലേക്ക് ബീഹാറിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ശിവസേന എന്ന പാർട്ടിയെ പോലും അവർ മഹാരാഷ്ട്രയിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. BJPയോടൊപ്പം ചേർന്നിട്ടുള്ള ഓരോ പാർട്ടിയെയും അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ബിജു പട്നായിക്കിന്റെ ഇപ്പോൾ അതിന് ഒരു അടിസ്ഥാനമില്ല. കാരണം കേന്ദ്രത്തിൽ JDUവിന്റെ പിന്തുണ വേണം, നിതീഷ് കുമാറിന്റെ പിന്തുണ വേണം. ഇവിടെ നിതീഷ് കുമാർ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. നിതീഷ് കുമാർ നിതീഷ് കുമാറിന്റെ പാർട്ടിയെ BJP വിഴുങ്ങാൻ പോകുന്നു. നിതീഷ് കുമാറിന്റെ പാർട്ടിയെ BJP വിഴുങ്ങാൻ പോകുന്ന പാർട്ടിയാണ്. നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽ ഉൾപ്പെടെ BJPയുടെ RSSന്റെ ആളുകൾ നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞു. നിതീഷ് കുമാറിന്റെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ RSS നേതൃത്വം, BJP നേതൃത്വമാണ്. കാരണം നിതീഷ് കുമാർ എന്നുള്ളത് ഇപ്പോൾ അവിടെ പിന്നെ ചില വീടുകൾക്കൊക്കെ മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള ചിത്രങ്ങൾ പോലെ കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരാൾ മാത്രമാണ്. അദ്ദേഹത്തിന് ഭരണപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പങ്ക് വഹിക്കാൻ
ഇനി അങ്ങോട്ടുള്ള കാലത്ത് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രമേൽ കെട്ടിയിടപ്പെട്ട ഒരാളായിട്ട് നിതീഷ് കുമാർ നിൽക്കുന്നു. നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലെ MP-മാർ MLA-മാർ ആ നിതീഷ് കുമാറിനേക്കാളേറെ കൂറും ഭക്തിയും കാണിക്കുക നരേന്ദ്രമോദിയോടും നരേന്ദ്രമോദിയുടെ പാർട്ടിയോടുമാണ്. കാരണം അവരെയൊക്കെ IT-യും ED-യും ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കെട്ടിയിടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ RSSൻ്റെ BJP-യുടെ രാഷ്ട്രീയ അജണ്ട ബീഹാർ എന്ന് പറയുന്ന മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമരകേന്ദ്രങ്ങളിലൊന്നായിരുന്നിട്ടുള്ള ഭൂമികയിൽ അവർ ആഴത്തിൽ വേരോടിക്കാൻ നോക്കുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ള ചിത്രമാണ്. ആത്മവിശ്വാസത്തോടെ BJP പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ ഇപ്പോഴേ തുടങ്ങുമെന്നുള്ള കാര്യം വ്യക്തമാണ്. Debate with Smriti Parathikkad.